ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്ന ചാനലുകളും പിന്നെ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തല്ലോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളവും ഒക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമസ്കാരം, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൈ വേ ബൈ കല്യാണി പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് ഈ ക്രീമുകളൊക്കെ മേടിച്ച് പുരട്ടുന്ന ആൾക്കാരെയാണ് സമ്മതിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഓരോ ദിവസം കൂടുതലിങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ യൂസ് ചെയ്യണം അവരുടെ ഫേസിലേക്ക്. അത് എന്താണ്, എങ്ങനത്തെ ആണെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ ഏണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതില് ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോ അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവര് പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പില് അവര് പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവര് പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവര് പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പൊ അതിന്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. കല്യാണി ബില്ല് ചോദിച്ച സമയത്ത് ബില്ലിന്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്തു. കല്യാണി അങ്ങോട്ട് അയച്ചു കൊടുത്ത കാശിന്റെയും അവസാനം അവർ കൊടുത്ത ബില്ലിന്റെ എമൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ രണ്ട് പൈസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ യഥാർത്ഥ തെളിവെന്ന അവരുടെ ഭാഗത്തു നിന്നും കുറെ എക്സ്പ്ലനേഷൻ വന്നാൽ മാത്രമേ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റൂ. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട്, അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ പ്രായം കൂടി വരുതോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എന്റെ മനസ്സിൽ എന്താ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പൊ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. എന്നിട്ട് ഇത്രയും നാളായിട്ടും തന്റെ പ്രേക്ഷകരോട് ഇന്ന കാര്യം, എനിക്ക് ഇന്ന പാടുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയ കാര്യത്തെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു വ്യക്തി ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇവരെ വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ക്രീമുകൾ മേടിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു ക്രീമുകൾ ഇതുപോലെയുള്ള ബ്ലോഗേഴ്സ് പറയുന്നത് കേട്ട് മേടിച്ച് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഇതൊക്കെ മേടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്.
അവർക്ക് അറിയത്തില്ല സ്കിന്നിന് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരുന്നു, അവർക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഡോക്ടർമാരെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് യൂസ് ആവുന്നത് അങ്ങനത്തെ ക്രീമുകൾ മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇവര് പറയുന്ന പോലെ അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും. കാരണം ഇവര് ഡെയിലി ഒരു വീഡിയോസ് എങ്കിലും ഇടാത്ത ആളല്ല, എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഇടുന്ന ആളാണ്. അപ്പൊ അവർക്ക് പറയാം എനിക്ക് ഇന്നതുപോലെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, എനിക്ക് ഇന്നതുപോലെ പാരമ്പര്യമായിട്ടുള്ള ഒരു പാട് ഇവിടെ ഉണ്ട്, അപ്പൊ ആ ഒരു പാട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയത്, അപ്പൊ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്ന് ഇവർക്ക് ഓരോ വീഡിയോസിലൂടെയും പറയാം. അത് പറയാനുള്ളത് ഇവരുടെ ഒരു ഇതാണ്. പക്ഷെ അവരത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യം എന്താണ്, ഇവരത് അവിടെ മറച്ചു വെക്കുകയല്ലേ ചെയ്തത്. അപ്പം ഇവർക്കറിയാം എനിക്ക് ക്രീം ഇട്ടിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അപ്പം അതും കൂടി പറഞ്ഞാൽ ഇതും കൂടി പറഞ്ഞാൽ മൊത്തത്തിൽ പറയും എനിക്ക് ക്രീമിന്റെ അലർജി ആണ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നം അവിടെ വരും. അതുകൊണ്ടാണ് ഇവരത് തുറന്നു പറയാത്തത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊക്കെ പറയുന്ന വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാശ് മുടക്കി കടിക്കണ പട്ടിയെ മേടിക്കുന്നുണ്ട്. അപ്പൊ കാശാണ് വലുത്, പിന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് ആണ് വലുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ഇടാറില്ല, ഇട്ടിട്ടുമില്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക. എന്തായാലും ആ ഒരു ഡോക്ടറിന്റെ ഒക്കെ ഭാഗത്ത് നിന്നിട്ട് പ്രത്യേകിച്ചും ഒരു എക്സ്പ്ലനേഷൻ വന്നാൽ മാത്രമേ ഇതിനെന്താന്ന് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി. ക്ലിനിക്കല്ലേ, അപ്പൊ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന് പറയുന്നത്. അവര് പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ 6.5 മാസേ പോയിട്ടുള്ളൂ. ഒരു കാര്യമുണ്ട്, കാരണം ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ചില ക്രീമുകളൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരെ അടിച്ചേൽപ്പിക്കും. അത് അവർ പറഞ്ഞത് ഉള്ളതാണ്. ഇത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനോട് നമ്മൾ യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാല് ഇത് വാങ്ങൂ, ഇത് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മനസ്സിങ്ങനെ ഇനി മേടിച്ചാൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ നിർബന്ധിക്കുന്നത് മൂലം മേടിച്ചു വെക്കും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്യൂട്ടി ബ്ലോഗേഴ്സ് വന്നിട്ട് ഇന്ന പ്രോഡക്റ്റ് കൊള്ളാം, ഇത് തേച്ചാൽ ഉടനെ വെളുക്കും, ഇത് തേച്ചാൽ ഉടനെ പാട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ ഇതുപോലെ പ്രോഡക്റ്റുകൾ തരും. ഇതൊക്കെ വിശ്വസിച്ച് വാങ്ങുന്നവരൊക്കെ വെറും മണ്ടന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുക, അങ്ങനെ ഏതെങ്കിലും ഡോക്ടറിനെയൊക്കെ കണ്ട ശേഷം എന്റെ ഫേസിന് ഏതാണ് ചേരുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർമാര് തരുന്ന ആ ഒരു കുറിപ്പടിയിലുള്ള ആ ഒരു ക്രീമാണ് ഇടാനുള്ളത്. അല്ലാണ്ട് ഇതുപോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട്, അതായത് ഓരോ ദിവസം ഓരോ ക്രീമാണ് ഇവർ പറയുന്നത്, ഓരോ ദിവസം ഓരോ ക്രീം പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു കാണികൾക്ക് തന്നെ ഇതൊരു എന്ത് പറയും, ഒരു ഡൗട്ടാവും. അയ്യോ ഇത് ഇന്നലെ തേച്ചത് ഇതല്ലല്ലോ, ഇതല്ലേ ഇന്നലെ തേച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് അവിടെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവര് പറയുന്നുണ്ട് 7 മാസമായി അവിടെ പോയിട്ടെന്ന്, ഇവര് പറയുന്നുണ്ട് 6.25 മാസം ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 8 മാസം ആകാറായി. അപ്പോ ഇവരുടെ ഭാഗത്തു നിന്നും, അതായത് ഇത്രയും നാളും ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ പോയിട്ടും അവിടെ ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പരാതി എന്നുള്ള രീതിയാണ് ഇപ്പൊ ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ വീഴാണ്ട് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും.